Hi friends, ഞാൻ രാജേഷ് നീലകണ്ഠൻ. വെൽക്കം ടു രാജ് ഗ്രാഫിക്സ്. ഇന്ന് നമ്മൾ അഡോബ് ഇല്ലുസ്ട്രേറ്ററിലെ ഒരു എക്സൈറ്റിംഗ് ടൂളായ ഷേപ്പ് ബിൽഡർ ടൂളിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഓക്കെ, എന്തിനാണ് ഷേപ്പ് ബിൽഡർ ടൂൾ ഉപയോഗിക്കുന്നത്? ഷേപ്പ് ബിൽഡർ ടൂൾ ഉപയോഗിക്കുന്നത് വളരെ കോംപ്ലക്സിറ്റി ആയിട്ടുള്ള ലോഗോസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഷേപ്പ് ബിൽഡർ ടൂൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് ലെറ്റ് സ്റ്റാർട്ട് ദ ട്യൂട്ടോറിയൽ. ഓക്കെ, ഇപ്പോൾ നമ്മളൊരു പുതിയൊരു ഫയൽ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷേപ്പ് ബിൽഡർ ടൂൾ യൂസ് ചെയ്തിട്ട് നമുക്ക് ഓബ്ജക്റ്റുകൾ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് ആയിട്ട് ഞാൻ എലിപ്സ് ടൂൾ യൂസ് ചെയ്തിട്ട് ഒരു സർക്കിൾ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഞാൻ അതിനെ സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ ഫിൽ കളർ നന്നാക്കി സ്ട്രോക്ക് മാത്രം മതി. ഓക്കെ, ഓബ്ജക്റ്റ് വീണ്ടും സെലക്ട് ചെയ്തു, ഓൾട്ട് പ്രസ് ചെയ്തിട്ട് അതിൻ്റെ കോപ്പി ഞാൻ എടുത്തു. ഓക്കെ, വീണ്ടും രണ്ട് ഓബ്ജക്റ്റ് സെലക്ട് ചെയ്തിട്ട് ഓൾട്ട് പ്രസ് ചെയ്യുക, രണ്ട് ഓബ്ജക്റ്റ് സെലക്ട് ചെയ്യുക, ഓൾട്ട് പ്രസ് ചെയ്യുക, അതിനോടൊപ്പം ഷിഫ്റ്റ് പ്രസ് ചെയ്ത് നമുക്ക് പ്രൊപ്പോർഷനായിട്ട് താഴേക്ക് ആക്കും. ഓക്കെ, സെയിം ഓബ്ജക്റ്റ് ഞാൻ ഓൾട്ട് പ്രസ് ചെയ്തിട്ട് വീണ്ടും ഇങ്ങോട്ടത് കോപ്പി എടുത്ത് മാറ്റി വെച്ചു. ഓക്കെ, സോ നമുക്കിനി ഷേപ്പ് ബിൽഡർ ടൂൾ എങ്ങനെ ഇതിലെങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ നമുക്ക് നോക്കാം. ഞാൻ എല്ലാ ഓബ്ജക്റ്റും സെലക്ട് ചെയ്തു. ഇവിടെയാണ് നമ്മുടെ ഷേപ്പ് ബിൽഡർ ടൂൾ. ഞാൻ ഈ ഷേപ്പ് ബിൽഡർ ടൂൾ എടുത്തു. ഇനി ഞാൻ ഓൾട്ട് പ്രസ് ചെയ്തിട്ട് ഞാൻ ഇതിൻ്റെ ഔട്ടർ ഏരിയ ഒക്കെ നമുക്ക് റിമൂവ് ചെയ്ത് കളയാം. ഓക്കെ, ഇപ്പോൾ നമുക്കൊരു ഫ്ലവർ ഷേപ്പ് നമുക്ക് കിട്ടി. ഇപ്പോൾ നമുക്കൊരു ഫ്ലവറിൻ്റെ ഒരു ഷേപ്പ് നമുക്ക് കിട്ടി. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഷേപ്പ് ബിൽഡർ ടൂൾ യൂസ് ചെയ്തിട്ട് ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇത് ഒരു രീതി. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് രീതി എന്താണെന്ന് നോക്കാം. ഞാൻ ഇവിടെ സെലക്ട് ചെയ്ത് മാറ്റി വെച്ചു. ഞാൻ നെക്സ്റ്റ് ഓബ്ജക്റ്റ് ഇങ്ങോട്ട് മൂവ് ചെയ്ത് വെച്ചു. ഓക്കെ, വീണ്ടും നമുക്ക് എല്ലാ ഓബ്ജക്റ്റും സെലക്ട് ചെയ്യുക, ഷേപ്പ് ബിൽഡർ ടൂൾ യൂസ് ചെയ്യുക. നമുക്ക് ഇവിടെ ഇൻസൈഡ് പോർഷൻ മാത്രം നമുക്ക് ജോയിൻ ചെയ്യാം. കാരണം നമുക്ക് ആവശ്യമായിട്ടുള്ള പോർഷൻ മാത്രം ജോയിൻ ചെയ്തിട്ട് നമുക്ക് ഷേപ്സ് ക്രിയേറ്റ് ചെയ്യാം. ഞാൻ ഓബ്ജക്റ്റ് സെലക്ട് ചെയ്തു. അപ്പോൾ നമ്മൾ രണ്ട് രീതിയിൽ നമ്മൾ ഷേപ്പ് ബിൽഡർ ടൂൾ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ സെയിം ഓബ്ജക്റ്റ് ഞാൻ ഈ ഓബ്ജക്റ്റ് സെലക്ട് ചെയ്തു, ഒരു ഫിൽ കളർ അതിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തു. ഇതിൻ്റെ സ്ട്രോക്ക് ഞാൻ നന്നാക്കി. ഓക്കെ, ഇനി നമുക്ക് വേണമെങ്കിൽ ഈ ഓബ്ജക്റ്റിലേക്ക് നമുക്ക് മൾട്ടി കളേഴ്സ് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഈ ഓബ്ജക്റ്റിലേക്ക് നമുക്ക് മൾട്ടി കളേഴ്സ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം. സോ ഫസ്റ്റ് നമുക്ക് ഓബ്ജക്റ്റ് സെലക്ട് ചെയ്യാം. എന്നിട്ട് നമുക്കിവിടെ വിൻഡോയിൽ പോയി പാത്ത് ഫൈൻഡർ സെലക്ട് ചെയ്യാം. പാത്ത് ഫൈൻഡർ സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഡിവൈഡ് ടൂൾ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമ്മൾ എന്ത് വേണം, ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ യൂസ് ചെയ്യുക. ഇവിടെ സെലക്ട് ചെയ്യുക, പർട്ടിക്കുലർ ആയിട്ടുള്ള സെപ്പറേറ്റ് ഓബ്ജക്റ്റ് ആയിട്ടുണ്ട്. സെലക്ട് ചെയ്യാം, ഒരു ഫിൽ കളർ കൊടുക്കാം. ഓക്കെ, സെലക്ട് ചെയ്യാം, കളർ കൊടുക്കാം, സെലക്ട് ചെയ്യാം. ഓക്കെ, ഈ ഓബ്ജക്റ്റ് സെലക്ട് ചെയ്യാം, നമുക്ക് വേറൊരു കളർ കൊടുക്കാം. ഒരു ഗ്രീൻ കളർ കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഷേപ്പ് ബിൽഡർ ടൂൾ യൂസ് ചെയ്തിട്ട് നമുക്ക് പാത്ത് ഫൈൻഡർ ടൂളിൽ പോയിട്ട് ഡിവൈഡ് ഓപ്ഷൻ കൊടുത്തിട്ട് നമുക്ക് ഇതിനെ മൾട്ടി കളേഴ്സ് നമുക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കും. ഓക്കെ, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഷേപ്പ് ബിൽഡർ ടൂൾ യൂസ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, ഞാൻ ഈ ഓബ്ജക്റ്റ് റിമൂവ് ചെയ്ത് കളയാണ്. ഇനി നമുക്ക് എങ്ങനെ ജോമെട്രിക് ഷേപ്സ്, ലോഗോസ് ഷേപ്പ് ബിൽഡർ ടൂൾ യൂസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, സോ അതിനായിട്ട് നമുക്കൊരു റെഫറൻസ് ഫയൽ ഞാൻ ഇങ്ങോട്ട് പ്ലേസ് ചെയ്യാൻ പോവാണ്. ഫയൽ, പ്ലേസ്, ഈ വീഡിയോ ടൂൾസ്, ഓക്കെ, ഇതാണ് നമ്മുടെ റെഫറൻസ് ഇമേജ്. ഞാനിത് സെലക്ട് ചെയ്തു, കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് വെച്ചു. കൺട്രോൾ പ്ലസ് ചെയ്തിട്ട് നമുക്ക് മാക്സിമൈസ് ചെയ്യാം, നമുക്കിത് ക്ലോസ് ചെയ്യാം. ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക, കൺട്രോൾ 2 പ്രസ് ചെയ്ത് ലോക്ക് ചെയ്യാം. ഓക്കെ, സോ നെക്സ്റ്റ് എന്താ വേണം, നമുക്കിവിടെ ലൈൻസ് യൂസ് ചെയ്തിട്ട് ലൈൻസിൻ്റെ ഗ്രിഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ലോഗോ ക്രിയേറ്റ് ചെയ്യാം. ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് മാക്സിമൈസ് ചെയ്ത് വയ്ക്കാം. ഓക്കെ, സോ ഞാൻ ലൈൻ ടൂൾ യൂസ് ചെയ്തു. ഇവിടെ ലൈൻ ക്രിയേറ്റ് ചെയ്യാം.
ലൈൻ ഇവിടെ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, സെലക്ട് ചെയ്യുക, ഓൾട്ട് പ്രസ് ചെയ്യുക, പെർഫെക്റ്റ്ലി ഇവിടെ അലൈൻ ചെയ്ത് വയ്ക്കാം. ഓക്കെ, വീണ്ടും സെലക്ട് ചെയ്യുക, പെർഫെക്റ്റ് അലൈൻ ചെയ്ത് വയ്ക്കുക. ഓക്കെ, സോ നെക്സ്റ്റ് വേണം നമുക്ക് ഈ ഇങ്ങോട്ടുള്ള ഒരു ലൈൻ വേണം. അപ്പോൾ വീണ്ടും ഞാൻ ലൈൻ ടൂൾ യൂസ് ചെയ്തിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്തു, ലൈൻ ഇവിടെ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഇത് നമുക്ക് പെർഫെക്റ്റ്ലി ആയിട്ട് നമുക്കിവിടെ അലൈൻ ചെയ്ത് വെക്കാം. അലൈൻ ചെയ്ത് ഓക്കെ, വീണ്ടും ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക, ലൈൻ സെലക്ട് ചെയ്യുക, അലൈൻ. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് വേണ്ടത് എന്താണ്? നമുക്ക് നെക്സ്റ്റ് വേണ്ടത് സ്ട്രൈറ്റ് ലൈൻ ആണ്. വീണ്ടും നമ്മൾ സ്ട്രൈറ്റ് ലൈൻ എടുക്കാം, ഷിഫ്റ്റ് യൂസ് ചെയ്യുക, സ്ട്രൈറ്റ് ലൈൻ ക്രിയേറ്റ് ചെയ്ത് വെക്കാം, ഇവിടെ പ്ലേസ് ചെയ്യാം, ഓൾട്ട് പ്രസ് ചെയ്യുക, വീണ്ടും അതിൻ്റെ കോപ്പി എടുക്കുക, പ്രസ് ചെയ്യുക, കോപ്പി എടുക്കുക, പ്രസ് ചെയ്യുക, ഓൾട്ട് പ്രസ് ചെയ്യുക. ഓക്കെ, പിന്നെ നമുക്ക് നമ്മുടെ ലൈൻസ് നമുക്ക് ഒന്നും കൂടി ചെക്ക് ചെയ്ത് നോക്കാം, കറക്റ്റ് ആണെന്ന് നോക്കാം. ഓക്കെ, ഇവിടെ കറക്റ്റ് ആണ്, ഇവിടെ ഒരു ലൈൻ മിസ്സിംഗ് ഉണ്ട്. ഓക്കെ, നമുക്കത് ഓൾട്ട് പ്രസ് ചെയ്തിട്ട് ഇവിടെ ലൈൻ കറക്റ്റ് ചെയ്യാം. ഓക്കെ, പെർഫെക്റ്റ്ലി അലൈൻ ചെയ്ത് ചെയ്യാം. കറക്റ്റ് ചെയ്ത് നോക്കാം, കറക്റ്റ് ആണ്. വൺസ് മോർ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ലൈൻസ് ചെയ്ത് വയ്ക്കാം, അലൈൻ ചെയ്ത് വയ്ക്കാം കറക്റ്റായിട്ട്. ഓക്കെ, സോ എല്ലാ ലൈൻസും സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഷേപ്പ് ബിൽഡർ ടൂൾ യൂസ് ചെയ്തിട്ട് ഓൾട്ട് പ്രസ് ചെയ്യാം. നമുക്ക് അനാവശ്യമായിട്ടുള്ള പോയിന്റ്സ് നമുക്ക് റിമൂവ് ചെയ്ത് കളയാം. ഓക്കെ, ഇനി നമുക്ക് ഇന്നർ പാർട്ടും കൂടി നമുക്ക് റിമൂവ് ചെയ്ത് കളയാം. ഈ പോർഷൻ നമുക്ക് ആവശ്യമില്ലാത്തതാണ്. അപ്പോൾ വീണ്ടും ഓൾട്ട് പ്രസ് ചെയ്യാം, ഇന്നർ പോർഷൻ നമുക്ക് സെലക്ട് ചെയ്യാം, റിമൂവ് ചെയ്യാം. സോ കെയർഫുള്ളി സെലക്ട് ചെയ്യണം. ഓക്കെ, സോ നെക്സ്റ്റ് എന്ത് വേണം? നമ്മൾ ഈ ഓബ്ജക്ട്സുകളൊക്കെ നമുക്ക് ഇനി ജോയിൻ ചെയ്യണം. നമുക്കിവിടെ ഇത് തമ്മിൽ ജോയിനിങ് ചെയ്യാം. ഓക്കെ, ഓക്കെ, പെർഫെക്റ്റ് ആയിട്ടുണ്ട്. സെലക്ട് ചെയ്തു, കൺട്രോൾ മൈനസ് ചെയ്യാം, കൺട്രോൾ ഓൾട്ട് പ്രസ് ചെയ്യുക, നമുക്ക് ഈ ഇമേജ് ഇങ്ങോട്ട് മൂവ് ചെയ്ത് വയ്ക്കാം. ഓക്കെ, ഓക്കെ, നമുക്ക് ഈ ഇമേജ് നമുക്ക് റിമൂവ് ചെയ്ത് കളയാം. ജസ്റ്റ് കൺട്രോൾ 0 പ്രസ് ചെയ്യുക, ആർട്ട് ബോർഡ് സെൻറ്റർ ആക്കുക, ജസ്റ്റ് കൺട്രോൾ പ്രസ് ചെയ്ത് മാക്സിമൈസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ വീണ്ടും ഇവിടെ ചെറിയ ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും ഷേപ്പ് ബിൽഡർ ടൂൾ യൂസ് ചെയ്യാം, മൂവ് ചെയ്ത് കളയാം, കൺട്രോൾ സെറ്റ്, ഓൾട്ട് പ്രസ് ചെയ്ത് റിമൂവ് ചെയ്ത് കളയാം, ഓൾട്ട് പ്രസ് ചെയ്ത് റിമൂവ് ചെയ്ത് കളയാം. ഓക്കെ, ഇനി നമുക്ക് എന്ത് വേണം? കൺട്രോൾ മൈനസ് ചെയ്യാം,
ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക, അതിലേക്ക് ഒരു ഫിൽ കളർ കൊടുക്കുക. ഓക്കെ, ഇനി വീണ്ടും ഒന്ന് കൺട്രോൾ പ്ലസ് ചെയ്യുക. നമുക്ക് അനാവശ്യമായിട്ടുള്ള ആ പോയിന്റ്സുകളൊക്കെ നമുക്ക് റിമൂവ് ചെയ്ത് കളയാം. മൈനസ് മൈനസ് പെർഫെക്റ്റ് ആയിട്ടുണ്ട്. മൈനസ് കൺട്രോൾ 0 പ്രസ് ചെയ്യുക, ആർട്ട്ബോർഡ് സെൻറ്റർ ആക്കുക. ജസ്റ്റ് ഒന്നും കൂടി കൺട്രോൾ പ്ലസ് ചെയ്തിട്ട് മാക്സിമം. ഓക്കെ, ഇനി ഓബ്ജക്റ്റ് സെലക്ട് ചെയ്തിട്ട് നമുക്കിതിൻ്റെ ഒരു കോപ്പി എടുക്കാം. ഓബ്ജക്റ്റ് ചെയ്യുക, ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് മൂവ് ചെയ്ത് വയ്ക്കുക. ഓബ്ജക്റ്റ് ചെയ്യുക, ഇങ്ങോട്ട് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്ത് വയ്ക്കുക. ഒരു സെപ്പറേറ്റ് കളേഴ്സ് നമുക്കിവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ ഓക്കെ ഫ്രണ്ട്സ്, ഇപ്പോൾ മനസ്സിലായില്ലേ എങ്ങനെ നമ്മളൊരു ജോമെട്രിക് ഷേപ്പ് ലോഗോ ഷേപ്പ് ബിൽഡർ ടൂൾ യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്തെന്ന്. ഓക്കെ, സോ നമുക്ക് വീണ്ടും ഒരു പുതിയൊരു ജോമെട്രിക് ഷേപ്പ് ലോഗോ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം ഷേപ്പ് ബിൽഡർ ടൂൾ യൂസ് ചെയ്തിട്ട്. ഓക്കെ, ഒരു എക്സസൈസ് സെക്കൻഡ്. ഓക്കെ, സോ വീണ്ടും ഞാനൊരു ഫയൽ എടുത്തു, ന്യൂ ഫയൽ എടുത്തു. ഓക്കെ, ഇനി നമുക്ക് ഇങ്ങോട്ട് റെഫറൻസ് ഇമേജ് നമുക്ക് ഇങ്ങോട്ട് പ്ലേസ് ചെയ്യാം. ഞാൻ ഈ ഒരു ഇമേജാണ് ഇങ്ങോട്ട് പ്ലേസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സെലക്ട് ചെയ്തു. ഓബ്ജക്റ്റ് നമുക്ക് സെൻട്രൽ അലൈൻ ചെയ്ത് വെക്കുക. കൺട്രോൾ 2 പ്രസ് ചെയ്യുക, ലോക്ക് ചെയ്തു. കൺട്രോൾ പ്ലസ് പ്രസ് ചെയ്തിട്ട് ഒന്നും കൂടി നമുക്കത് സൂം ചെയ്യാം. അപ്പോൾ ഫസ്റ്റിൽ വരുന്നൊരു സർക്കിളാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എലിപ്സ് ടൂൾ യൂസ് ചെയ്യാം. അപ്പോൾ നമുക്കൊരു സ്ട്രോക്ക് ഫിൽ കളർ നന്നാക്കി നമുക്ക് സ്ട്രോക്ക് മാത്രം മതി. ഓക്കെ, ഞാൻ ഷിഫ്റ്റ് യൂസ് ചെയ്തിട്ട് ഒരു സർക്കിൾ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഈ സർക്കിൾ നമുക്ക് കറക്റ്റായിട്ട് സെൻട്രൽ അലൈൻ ചെയ്ത് വെക്കുക. നമ്മുടെ ലോഗോയ്ക്ക് അനുസരിച്ച് നമുക്ക് അതിനൊന്ന് റീസൈസ് ചെയ്യാം. ഓക്കെ, ഓക്കെ, വീണ്ടും നമ്മൾ സർക്കിൾ സെലക്ട് ചെയ്തു. എഡിറ്റ് കോപ്പി, എഡിറ്റ് പേസ്റ്റ് ഇൻ പ്ലേസ്. വീണ്ടും നമ്മളത് ഷിഫ്റ്റ് യൂസ് ചെയ്ത് റെഡ്യൂസ് ചെയ്തു, സൈസ് റെഡ്യൂസ് ചെയ്ത് അതിൻ്റെ കോപ്പി. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് എന്താ പറയുക, നമുക്കൊരു ലൈൻ ക്രിയേറ്റ് ചെയ്യണം. ഞാൻ ലൈൻ ടൂൾ യൂസ് ചെയ്തിട്ട് ഞാൻ ഷിഫ്റ്റ് യൂസ് ചെയ്ത് സ്ട്രൈറ്റ് ലൈൻ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, സ്ട്രൈറ്റ് ലൈൻ കറക്റ്റായിട്ട് ഞാനിവിടെ അലൈൻ ചെയ്ത് വെച്ചു. വീണ്ടും ഓൾട്ട് പ്രസ് ചെയ്യുക, കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് വയ്ക്കുക. കറക്റ്റായിട്ട് ഓക്കെ, പെർഫെക്റ്റ് ആണെന്ന് നോക്കാം. കറക്റ്റാണ്. വീണ്ടും ഒരു ലൈൻ ടൂൾ എടുക്കുക, നമുക്കിവിടെ ലൈൻ ക്രിയേറ്റ് ചെയ്യാം. നമുക്കത് കറക്റ്റായിട്ട് ഇവിടെ അലൈൻ ചെയ്ത് വയ്ക്കാം. വീണ്ടും ആ സെയിം ഓബ്ജക്റ്റ് സെയിം ലൈൻ ക്രിയേറ്റ് ചെയ്യുക, ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. ഓക്കെ, കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് വയ്ക്കാം. പൊസിഷൻ കറക്റ്റായി. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് വേണം, നെക്സ്റ്റ് വീണ്ടും ഒരു ലൈൻ ടൂൾ എടുക്കുക. ഓക്കെ, കറക്റ്റ് ചെയ്ത് വയ്ക്കാം. ഓൾട്ട് പ്രസ് ചെയ്യുക, കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് വയ്ക്കാം. ഓക്കെ, സോ വൺസ് മോർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം, കറക്റ്റാണെന്ന് നോക്കാം. നമ്മൾ എടുത്ത അലൈൻമെൻ്റ് ഒക്കെ ലൈൻസൊക്കെ കറക്റ്റാണെന്ന് നോക്കാം. ജസ്റ്റ് ഒന്ന് പെർഫെക്റ്റ് ആയിട്ട് അലൈൻ ചെയ്ത് വയ്ക്കാം. ഓക്കെ, ഇത് പെർഫെക്റ്റ് ആണ്. ഓക്കെ, സോ നെക്സ്റ്റ് എന്ത് വേണം, നമുക്ക് സെലക്ഷൻ ടൂൾ യൂസ് ചെയ്തിട്ട് എല്ലാ ലൈൻസും സെലക്ട് ചെയ്യാം, എല്ലാ ഗ്രിഡും സെലക്ട് ചെയ്തിട്ട് ഷേപ്പ് ബിൽഡർ ടൂൾ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതൊക്കെ ജോയിൻ ചെയ്യാം. ഓക്കെ, സോ നമുക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ജോയിൻറ്റിങ് നമുക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം.
ഓക്കെ, സോ നമുക്ക് അധികം ഒരു കളർ നമുക്ക് ഫില്ല് ചെയ്യാം. കളർ അതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഓക്കെ, സോ എന്ത് വേണം ഇനി, കൺട്രോൾ മൈനസ് ഓബ്ജക്റ്റ് നമുക്ക് ഇങ്ങോട്ട് കൺട്രോൾ ഓൾട്ട് ടു പ്രസ് ചെയ്യുക. നമുക്ക് പോർഷൻസ് ഒക്കെ നമുക്ക് റിമൂവ് ചെയ്ത് കളയാം. ഓക്കെ, ജസ്റ്റ് ഓബ്ജക്റ്റ് പെർഫെക്റ്റ്ലി സെൻറ്റർ അലൈൻ ചെയ്യുക. ഓബ്ജക്റ്റ് സെലക്ട് ചെയ്യുക. ഇതിൻ്റെ ഫിൽ കളർ മാത്രം മതി, സ്ട്രോക്ക് നൺ. ഓക്കെ, ഇപ്പോൾ നമ്മൾ വളരെ ഈസി ആയിട്ട് നമ്മളൊരു ജോമെട്രിക് ഷേപ്പ് പ്ലസ് കൺട്രോൾ 0 ആർട്ട് ബോർഡ് കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് വെക്കുക സെൻറ്ററിൽ. സോ ഇപ്പോൾ നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ഒരു ജോമെട്രിക് ഷേപ്പ് ലോഗോ ഷേപ്പ് ബിൽഡർ ടൂൾ യൂസ് ചെയ്തുകൊണ്ട് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ജസ്റ്റ് ഒന്ന് സൈസ് റെഡ്യൂസ് ചെയ്യാം. വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ കോപ്പി ഒന്ന് എടുക്കാം. ജസ്റ്റ് ഓൾട്ട് പ്രസ് ചെയ്യുക, ഓൾട്ട് പ്രസ് ചെയ്യുക, അതിൻ്റെ കോപ്പി എടുക്കുക. ഓക്കെ, നമുക്ക് വേറൊരു കളർ ഇതിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഷേപ്പ് ബിൽഡർ ടൂൾ യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ ഒരു കോംപ്ലക്സിറ്റിയുള്ള ജോമെട്രിക് ഷേപ്സ് ലോഗോസ് ക്രിയേറ്റ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് ഒരു ക്ലിയർ ആയിട്ടൊരു ഐഡിയ കിട്ടിക്കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, സോ ഈ ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനി എന്തൊക്കെയാണ് അഡോബ് ഇല്ലുസ്ട്രേറ്ററിൽ പഠിക്കാനും താല്പര്യമുള്ള വിഷയങ്ങൾ ദയവായി കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, so thanks for watching. Bye.